ഇനി കൊച്ചിയിലെ ശ്രീകാന്ത് ചേരുന്നു. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടറിലെ ഫ്യൂസ് KSEB ഊരിക്കളഞ്ഞു. എന്തായാലും ഈ കാര്യത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. KSEB ചെയർമാനുമായി ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇന്നലെ സംസാരിച്ചു. വൈദ്യുതി ഇന്ന് പുനഃസ്ഥാപിക്കുമെന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഉറപ്പെന്നാണ് അറിയാൻ കഴിയുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ഫീസ് ഇടുമോ ഇന്ന്? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ഉപകാരപ്പെടേണ്ട കാര്യത്തിന് ഉപകാരമില്ലെങ്കിലും ഈ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ KSEB ഒരല്പം മുന്നിലാണ് എന്നുള്ള കാര്യം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടി വന്ന് ഈ കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിലും ഓടി വന്ന് ഫ്യൂസ് ഊരിയത് ഒരു ജില്ലാ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം അതേ തുടർന്ന് ഇവിടെ ഒട്ടനവധി ജോലികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കുടുംബശ്രീയുടെയൊക്കെ യോഗം ചേർന്നത് ഇരുട്ട് മുറിയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് ഈ കൊടും ചൂടാണ്, ഈ ചൂടത്ത് ആളുകൾ എത്തണം, അവർ ഈ ഇരുട്ട് മുറിയിൽ ഇരിക്കണം, ഒരു ഫാൻ പോലും ഇല്ല, ലൈറ്റ് ഇല്ല, അതിനുള്ളിലൊക്കെ ഇരുന്ന് വേണം ഈ യോഗമൊക്കെ ചേരാൻ. ഇത് പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്കിതൊരു പ്രശ്നമല്ല. കാരണം കറണ്ടില്ല എങ്കിൽ പണിയില്ല, ഓക്കെ, അതവർക്ക് എളുപ്പമാണ്. പക്ഷേ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പല കാര്യങ്ങളും ചെയ്യാനായി ഇവിടെ എത്തുന്ന സാധാരണക്കാരുണ്ട്, പാവങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത് വല്ലാത്തൊരു പണിയായിപ്പോയി. ഇന്നിപ്പോൾ കളക്ടർ KSEB ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരം ഇന്നുണ്ടാകും എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതായത് ഒരു 10 മണിയോടെയൊക്കെ ഫീസ് കുത്തും എന്ന് അദ്ദേഹവും കരുതുന്നുണ്ട്. കുടിശ്ശിക അടയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 10-32 കോടി രൂപ കൊടുക്കാനുണ്ട്. പൈസ കൊടുക്കാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും സർക്കാരിൻ്റെ വകുപ്പുകളായതിനാൽ തന്നെ അവർക്ക് സ്വാഭാവികമായും ചർച്ച നടത്തി പരിഹരിക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ ഫ്യൂസ് ഊരിക്കൊണ്ട് KSEB പോയി. അത് കുത്തണമെന്ന് കളക്ടറും പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കാം, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുത്തുമോ അതോ ഇന്നും ഇരുട്ടത്ത് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.